ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, വി രാജേഷ്, ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന വി രാജേഷ് നേരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റുപോയി. വി.കെ. പ്രശാന്തിനോടൊപ്പം മത്സരിച്ച് തോറ്റു. അതുപോലെ തന്നെ പൂജപ്പുരയിൽ നിന്നുള്ള കൗൺസിലറാണ്. അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. ശരിയല്ല. അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നത്, വി രാജേഷിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാർ പറയുന്നത് എന്ന് പറഞ്ഞാൽ, വി രാജേഷ് എന്ന് പറയുന്നത്, എൻ്റെ പൊന്ന് ബി.ജെ.പി ചേട്ടന്മാരെ, എനിക്ക് താല്പര്യമില്ല, ഞാൻ അസംബ്ലിയിൽ മത്സരിക്കാം, അപ്പോൾ എന്നെ ഇപ്പോൾ കൊണ്ട് ബലിയാടാക്കരുത്, കാരണം ബി.ജെ.പിക്ക് വേണ്ടത്ര സീറ്റ് കിട്ടിയില്ലെങ്കിൽ മേയറാവാൻ പറ്റുകയുമില്ല, പിന്നെ ഞാൻ കൗൺസിലറായി കുടുങ്ങിപ്പോവും, അതുകൊണ്ട് എന്നെ രാജിവെപ്പിച്ച് പിന്നെ അസംബ്ലിയിൽ എനിക്ക് മത്സരിക്കാൻ ഒക്കില്ല, അതുകൊണ്ട് ഒരു കാരണവശാലും എന്നെ വിട്ടേക്കുക, എന്നെ പിടിക്കരുത് എന്ന്. പക്ഷേ ശബരിനാഥ് വന്നപ്പോൾ, കെ ശബരിനാഥ് കവടിയാറിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തീർച്ചയായിട്ടും കട്ടയ്ക്ക് പിടിക്കുന്ന ഒരു വളരെ വലിയ പ്രായമില്ലാത്തൊരു മധ്യവയസ്കൻ, അല്ലെങ്കിൽ ഒരു ഇടത്തരം 50 വയസ്സിനൊക്കെ അടുപ്പിച്ചുള്ള ഒരാളിനെ പിടിക്കണം. അപ്പോൾ വി രാജേഷ് അതിന് ശക്തനാണ്. അദ്ദേഹം നെടുമങ്ങാട് നേരത്തെ മത്സരിച്ചു, ബി.ജെ.പിയുടെ കാൻഡിഡേറ്റായി. വട്ടിയൂർക്കാവിൽ മത്സരിച്ചു. അദ്ദേഹം പല സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റായി വളരെയധികം തിളങ്ങിയ വ്യക്തിത്വമുള്ള ആളാണ്. അതുകൊണ്ട് വി രാജേഷിനെ തന്നെ തീർച്ചയായും മത്സരിപ്പിക്കണം എന്ന് ബി.ജെ.പിയിൽ ഒരു ശക്തമായ ടീം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് ബി.ജെ.പിയെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒരാളിനോട് അധികം സ്നേഹം കൂടുമ്പം ശ്രദ്ധിച്ചോണം. വി രാജേഷും ഇത് ശ്രദ്ധിച്ചോണം. കാരണം നമുക്കുള്ളോട് വല്ലാതെ സ്നേഹം കൂടിയാൽ അസംബ്ലിയിൽ നിന്ന് ഒതുക്കാനായിരിക്കും. അപ്പോൾ അസംബ്ലിയാണ് പക്ഷേ വി രാജേഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. അസംബ്ലിയിൽ മത്സരിക്കാം എന്നാണ് വി രാജേഷ് പറയുന്നത്. പക്ഷേ പിന്നൊരു കാര്യം വി രാജേഷ് ആലോചിക്കേണ്ടത്, മേയർ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ആകാൻ പറ്റിയാൽ പിന്നെ അസംബ്ലിയിലിട്ട് വരാം. അടുത്ത തെരഞ്ഞെടുപ്പിന് അസംബ്ലിയിൽ വരുമ്പോൾ പെട്ടെന്ന് ജയിക്കാമല്ലോ. അതുകൊണ്ട് പാർട്ടി പറയുന്ന അനുസരിച്ച് മേയർ സ്ഥാനാർത്ഥിയായിട്ട് കിട്ടിയാൽ അത് കളയണ്ട, പിന്നെ കവടിയാർ മത്സരിക്കുക, പിന്നെ മേയറായി മത്സരിച്ച് തോറ്റ് വെറുമൊരു കൗൺസിലറായി പോയാൽ വേണമെങ്കിൽ രാജിവെച്ചിട്ട്, ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നല്ലേ ഉള്ളൂ, രാജിവെച്ചിട്ട് നിങ്ങൾ ജയിച്ചാൽ, ശബരിനാഥിന് പകരം നിങ്ങൾ ജയിച്ചാൽ, ഇനി നിങ്ങൾ തോറ്റുപോയാൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയിൽ ഒരു കരുനിഴലാകും. വേണ്ട 2 പ്രാവശ്യം തോറ്റു, പിന്നെ ജയിച്ചു, പിന്നെ തോറ്റു എന്നൊക്കെ പറഞ്ഞ് കൗൺസിലറായി നിന്ന് തോറ്റ ഉടനെ വേണ്ടൊരു അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചാൽ അതെങ്ങനെ ഇരിക്കുമെന്നറിയില്ല. എന്തായാലും വളരെ വലിയ ഒരു സമ്മർദ്ദമാണ് രാജേഷിൻ്റെ പുറത്തുള്ളത്. രാജേഷ് മത്സരിക്കില്ല എത്ര സമ്മർദ്ദമുണ്ടെങ്കിലും എന്നാണ് അറിയുന്നത്. ഇനി അല്ല, പാർട്ടി തീരുമാനം അവസാനം RSSും ബി.ജെ.പിയൊക്കെ ആണല്ലോ. പാർട്ടി ശക്തമായി, ഇപ്പം രാജീവ് ചന്ദ്രശേഖരോ കുമ്മനം രാജശേഖരനോ സുരേഷിനെ പോലെയുള്ള ആളുകളല്ലേ രാജേഷിൻ്റെ ഗ്രൂപ്പുകാർ വളരെ ശക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിൽക്കും, അത് വേറെ കാര്യം. പക്ഷേ രാജേഷിനത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് രാജേഷിനെ നമുക്ക് അസംബ്ലിയിലേക്ക് നിർത്താം.